ഇപ്രാവശ്യത്തെ വിഷു നാട്ടിൽ കൂടാൻ പറ്റിയിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല, ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പരിഹാരമൊക്കെ ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തു. തലേ ദിവസം തന്നെ ഞങ്ങളെല്ലാം എടുത്ത് നാട്ടിലേക്ക് പോന്നു. വൈകുന്നേരം ഒരു 4 മണി 5 മണി ആയപ്പോൾ തന്നെ ഞാൻ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ കൃഷ്ണന് നല്ലൊരു മാലയൊക്കെ ഉണ്ടാക്കി, നല്ല തുളസിക്കതിരും തെച്ചിപ്പൂവും അതൊക്കെ ഇട്ടിട്ട്. അങ്ങനെ മാല ഇപ്പോൾ ഉണ്ടാക്കാനൊന്നും അറിയുന്നില്ല, കുറേ മുന്നേ ചെയ്തതാണ്. അങ്ങനെ ഒരു 6 മണി 6:30 ഒക്കെ ആയപ്പോൾ വിളക്കൊക്കെ കൊളുത്തി. ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് കേട്ടോ വിളക്കൊക്കെ കൊളുത്താറുള്ളത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തിയപ്പോൾ നല്ലൊരു സമാധാനം മനസ്സിന്. അവിടെ റൂമിലാകുമ്പോൾ അങ്ങനെ വിളക്കൊന്നും കൊളുത്താൻ പറ്റില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ വൈകുന്നേരം പടക്കം പൊട്ടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവന് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒട്ടും വൈകില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ വന്നു. ഇവിടെ കുന്നംകുളത്ത് നിന്ന് ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. ഇവിടെ നല്ല റേറ്റ് കുറവാണെന്ന് പറഞ്ഞ് ഏട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ വാങ്ങി തന്ന് എല്ലാവരും ടൂറ് പോയി. ഞാനും അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ തലേ ദിവസമൊക്കെ. ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളും എല്ലാവരും കൂടി ഉള്ള പൂത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ചു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളെ. ഞാൻ പൊട്ടിക്കുന്നത് കണ്ടിട്ടാണ് പറയുകയാണ് പൊട്ടിക്കണ്ടാട്ടോ. പക്ഷേ എത്രയോ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കണേ. പിന്നെ അടുത്ത ഗുണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയി. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെവിയൊക്കെ പൊത്തി നിൽക്കുക. ഫുള്ള് കരിമരുന്നാണ് കയ്യിൽ. അതുകൊണ്ട് ഡയറക്റ്റ് ചെവിയിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ കൈപ്പത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. കണീൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ശരിയാക്കാം കേട്ടോ. പിന്നെ ഞാൻ അമ്പലത്തിൽ പോകണം നോക്കി പെട്ടെന്നൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ വേഗം കുളിച്ച് വന്നു. മേക്കപ്പ് ഒന്നും അധികം ചെയ്തില്ല, പക്ഷേ ലിപ്സ്റ്റിക്ക് ഇടാതെ എന്തൊരുക്കം. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കയ്യിലൊരു വാച്ചൊക്കെ കെട്ടി ഞാൻ വേഗം ഓടിയിട്ടോ അവിടുന്ന്. ആ ഓട്ടത്തിൻ്റെ ഇടയിൽ എൻ്റെ ചെരുപ്പ് പൊട്ടി ഗൈസ്. അങ്ങനെ ചെരുപ്പ് മാറ്റി ഞാൻ വേഗം അമ്പലത്തിൽ പോയി. അവിടുന്ന് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വന്നു. തലേ ദിവസം ഒരുക്കി വെച്ച കണിയൊക്കെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ദക്ഷിണ തരുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതൊക്കെ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അങ്ങനെ അതൊക്കെ കത്തിച്ച് വെച്ച് മയിൽപ്പീലി വെച്ചു, നെൽപ്പറ വെച്ചു, പിന്നെ അരി വെച്ചു, വെറ്റില, നല്ലൊരു കോടിമുണ്ട്, മലര്, അതിൻ്റെ മുകളിൽ വാൽക്കണ്ണാടി, കണിക്കൊന്നൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുറ്റത്ത് തന്നെ ഒരു മരമുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വേഗം സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കാൻ തുടങ്ങി. സാമ്പാറും ഉപ്പേരിയും ഒക്കെ എൻ്റെ വകയായിരുന്നു. അപ്പോൾ അമ്മയോടൊക്കെ സംസാരിച്ച് കുറേ നേരം അതിൻ്റെ പിന്നാലെ പോയി. നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അതൊന്ന് ചൂടാക്കി അങ്ങനെ അടുക്കളപ്പണി കഴിഞ്ഞു. ആ ഗ്യാസൊക്കെ ഓഫാക്കിയപ്പോൾ ഒരു സമാധാനം. പിന്നെ വൈകുന്നേരം എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയി. ഓക്കെ.